Lenora. Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth and stitching. സ്വർണ്ണ വ്യാപാര രംഗത്ത് 30 വർഷത്തെ സേവന പാരമ്പര്യമുള്ള അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ വീണ്ടും വണ്ടൂരിന് വേണ്ടി സമ്മാനിച്ചിരിക്കുന്നു. സംശുദ്ധ സ്വർണം, പരിശുദ്ധ സ്വർണം, അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിലൂടെ. നിപ വൈറസ് ബാധയിൽ നിന്ന് മുക്തി നേടിയ 2 പേർ മാസങ്ങളായി കോമയിൽ തുടരുന്നത് ആരോഗ്യ വിദഗ്ധരിൽ കടുത്ത ആശങ്ക സൃഷ്ടിക്കുന്നു. നിപ വൈറസ് മനുഷ്യ ശരീരത്തിൽ പ്രത്യേകിച്ച് നാഡീവ്യൂഹത്തിലുണ്ടാക്കുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ വ്യക്തമാക്കുന്നതാണ് ഈ കേസുകൾ. 2023 ഓഗസ്റ്റിലും 2025 മെയിലും കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിപ സ്ഥിരീകരിച്ചിരുന്നു. മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ വീണ്ടും നിപ സ്ഥിരീകരിച്ചതോടെ ജനങ്ങൾക്കിടയിൽ ഭീതി വർദ്ധിച്ചിട്ടുണ്ട്. 42-കാരിയാണ് നിപ ബാധിച്ച് കോമയിൽ കഴിയുന്നവരിൽ ഒരാൾ. പെരിന്തൽമണ്ണയിലെ EMS ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന ഇവരുടെ അവസ്ഥ ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. നിപ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള 2 ഡോസ് മോണോക്ലോണൽ ആന്റിബോഡികൾ നൽകിയിട്ടും ഇവരുടെ നില മെച്ചപ്പെട്ടിട്ടില്ല. തലച്ചോറിനും നാഡീവ്യൂഹത്തിനും സംഭവിച്ച കേടുപാടുകളാണ് ഇവരുടെ കോമാവസ്ഥയ്ക്ക് കാരണമെന്ന് ഡോക്ടർമാർ പറയുന്നു. തലച്ചോറിന്റെ ചില ഭാഗങ്ങളിലുണ്ടായ രക്തസ്രാവമാകാം ഇവരെ കോമയിലേക്ക് നയിച്ചതെന്നും ഡോക്ടർമാർക്ക് സംശയമുണ്ട്. വൈറസ് സാന്നിധ്യം നിലവിൽ സജീവമല്ലെങ്കിലും തലച്ചോറിനേറ്റ ക്ഷതങ്ങൾ കാരണം ഭാവിയിലും ഇവർക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ വിലയിരുത്തുന്നത്. നിപ ബാധയുടെ മറ്റൊരു ജീവിക്കുന്ന രക്തസാക്ഷിയാണ് മംഗലാപുരം സ്വദേശിയും ആരോഗ്യ പ്രവർത്തകനുമായ ടിറ്റോ തോമസ്. 19 മാസമായി ടിറ്റോ ആശുപത്രിയിൽ അബോധാവസ്ഥയിൽ തുടരുകയാണ്. നിപ പരിശോധനാ ഫലം നെഗറ്റീവായപ്പോൾ വൈറസിനെ അതിജീവിച്ചുവെന്നാണ് കരുതിയതെന്ന് ടിറ്റോയുടെ സഹോദരൻ ഷിജോ പറയുന്നു. എന്നാൽ 19 മാസമായിട്ടും ടിറ്റോ കണ്ണു തുറന്നിട്ടില്ല. കടുത്ത പനിയുമായി ആശുപത്രിയിലെത്തിയ ഒരു രോഗിയെ പരിചരിക്കുന്നതിനിടെയാണ് ടിറ്റോയ്ക്ക് നിപ ബാധിച്ചത്. ആ രോഗി മരണപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ നിപ സ്ഥിരീകരിക്കുകയായിരുന്നു. രോഗമുക്തി നേടി വീട്ടിലെത്തിയപ്പോൾ ടിറ്റോയ്ക്ക് പനിയും തലവേദനയും അല്ലാതെ മറ്റു ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അതിനുശേഷമുള്ള ടിറ്റോയുടെ അവസ്ഥ തങ്ങളുടെ ജീവിതം പൂർണ്ണമായും മാറ്റിമറിച്ചുവെന്നും സഹോദരൻ ജീവിതത്തിലേക്ക് തിരിച്ചുവരുന്നത് കാണാനുള്ള കാത്തിരിപ്പിലാണ് തങ്ങളെന്നും ഷിജോ നിറകണ്ണുകളോടെ പറയുന്നു. ഈ സംഭവങ്ങൾ നിപ വൈറസിന്റെ ദീർഘകാല പ്രത്യാഘാതങ്ങളെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ന്യൂസ് ഡെസ്ക്, ഈസ്റ്റ് ലൈവ്. ഹയ മംഗല്യോത്സവ് 2025 2.5% മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ ആൻഡ് എലങ്കൂർ. മാസം തോറും 1000 രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം. മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് 12,000 രൂപയുടെ സ്വർണം സ്വന്തമാക്കാം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ.